വാഹന സുരക്ഷയിലൂടെ ജീവിത സുരക്ഷ എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്നതാണ്, ഇത് ഒരു ബോധവൽക്കരണം പോലെയാണ് നടക്കേണ്ടത്. കാരണം നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഈ കാര്യങ്ങളെ കൊണ്ട്, ഈ കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെറിയ ഉപകാരങ്ങൾ ഉണ്ടാവണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ്. കാരണം ഇന്ന് നമ്മുടെ റോഡുകളിലും മറ്റും ചെറിയ ചെറിയ അശ്രദ്ധ കൊണ്ട് വളരെ വലിയ വലിയ അപകടങ്ങൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ എത്രയോ സഹോദരന്മാർ ഓരോ ദിവസവും ഓരോ സെക്കൻഡിലും ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ ഓരോരോ അപകടങ്ങളിലൂടെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ടൊരു കാരണം നമ്മളുടെയൊക്കെ അശ്രദ്ധയാണ്, നമ്മളുടെയൊക്കെ ശ്രദ്ധക്കുറവാണ് എന്ന് പറയാതിരിക്കാൻ ഇപ്പോൾ കഴിയില്ല. കാരണം ഏതൊരു അപകടം ഉണ്ടാവുമ്പോഴും ആ അപകടത്തിനെ കുറിച്ച് അതാത് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം നടത്തി അവസാനം അവർ എത്തിപ്പെടുന്നത് അശ്രദ്ധ കൊണ്ടുണ്ടായ ഒരു അപകടമാണ് എന്നാണെന്ന് അവരറിയിക്കുന്നത്. അതുകൂടാതെ തന്നെ ഓവർ സ്പീഡ്, പിന്നെ വാഹനങ്ങൾ നമ്മൾ കൃത്യമായിട്ട് വാഹനങ്ങൾ ചെക്ക് ചെയ്യാതെ, വാഹനങ്ങളിലെ ടയർ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റു പാർട്സുകളൊന്നും കൃത്യമായിട്ട് ചെക്ക് ചെയ്യാതെ നമ്മൾ വാഹനം ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അങ്ങനെയുള്ള അപകടങ്ങളിലൊക്കെ വന്നുപെടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാ രാജ്യങ്ങളിലുള്ള ട്രാഫിക് നിയമങ്ങൾ നമ്മളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ആ നിയമങ്ങളൊക്കെ അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളുടെ സുരക്ഷ എന്ന് പറയുമ്പോൾ ഓരോ റോഡുകളിലും, ഇപ്പോൾ ഒരു റോഡ് പുതുതായി ഒരു റോഡ് നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ വന്നിട്ടാണ് ആ റോഡിനെ കുറിച്ച് വിശദമായി പഠിച്ചതിന് ശേഷമാണ് ആ റോഡിലേക്ക് വാഹനങ്ങളുടെ സ്പീഡ് ഇത്ര കിലോമീറ്റർ സ്പീഡിൽ കൂടുതൽ വാഹനങ്ങൾ ഓടിക്കാൻ പാടില്ല എന്ന് ബോർഡ് വെച്ചിട്ട് അവരതിനെ ബോർഡ് വെച്ച് നമുക്ക് നമ്മളുടെ മുന്നിൽ കാണിച്ചു തരുന്നു. അപ്പോൾ അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ നമ്മൾ മാക്സിമം നമ്മളത് അംഗീകരിക്കുകയും ആ നിയമത്തിനനുസരിച്ച് നമ്മൾ വാഹനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്താൽ വളരെയധികം അപകടങ്ങൾ നമ്മൾക്ക് കുറയ്ക്കാൻ കഴിയും. കാരണം ഇപ്പം ഞാനൊരു വാഹനം ഉപയോഗിക്കുന്നു, മറ്റൊരു വാഹനത്തിൽ വേറൊരാൾ ഉപയോഗിക്കുന്നു. ഇപ്പൊ ഞാൻ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, മറ്റുള്ളവർ കൂടി ശ്രദ്ധിക്കണം വാഹനം ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതൊരു ബോധവൽക്കരണമാണ് ഈ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നിങ്ങളെല്ലാവരെയും ഒരു മെക്കാനിക് ആക്കി എടുക്കാം എന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല. കാരണം നിങ്ങളൊക്കെ മെക്കാനിക് ആയി കഴിഞ്ഞാൽ വീട്ടിലിട്ട് വണ്ടി പണിയും, വാഹനം പണിയും, കാശ് നിങ്ങൾ സേവ് ചെയ്യും. പാവപ്പെട്ട ഞങ്ങളെപ്പോലെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ പ്രശ്നത്തിലാവും. അതുകൊണ്ട് ആരും വീട്ടിലിട്ടൊന്നും ജോലി ചെയ്യാതിരിക്കുക. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഇതിനു മുമ്പൊരു ക്ലാസ്സിൽ ഞാൻ ഒരു വിവരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഇന്ന് ലോകത്തില് സ്ത്രീകൾക്ക് ലൈസൻസ് ഇല്ലാത്തത് ഏതൊക്കെ രാജ്യങ്ങളിലായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു KSAയിൽ മാത്രമായിരിക്കും അല്ലെ. ബാക്കി എല്ലാ രാജ്യങ്ങളിലും സ്ത്രീകൾക്ക് ലൈസൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് ലോകരാജ്യങ്ങളിൽ കണ്ടുവരുന്നത് ഏറ്റവും നന്നായിട്ട് സേഫായിട്ട് വാഹനം ഉപയോഗിക്കുന്ന സ്ത്രീകളാണെന്നുള്ള കാര്യത്തിൽ ഇപ്പൊ യാതൊരു തർക്കവുമില്ല. സ്ത്രീകൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളൊന്നും പെട്ടെന്ന് അപകടത്തിൽ പെടുന്നുമില്ല. അവർ ആ റൂൾസ്, ആ റെഗുലേഷൻ വെച്ച് തന്നെയാണ് അവർ വാഹനം ഓടിക്കുന്നത്. ഇതില് പ്രശ്നക്കാര് നമ്മൾ പുരുഷന്മാരാണ്, അത് ആരും മറക്കണ്ട. നമ്മളിപ്പം കുറച്ചു നാൾ മുമ്പ് ഒരു അമേരിക്കൻ മാസിക ഒരു സർവേ നടത്തിയപ്പോൾ ഏറ്റവും നന്നായി വാഹനം പാർക്ക് ചെയ്യുന്നത് സ്ത്രീകളാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവർക്ക് ഭയം കൂടുതലാണ്, നമുക്കതില്ല. അതാണ് ഈ കുഴപ്പം. ഭയം ആവശ്യമാണ്, അത്യാവശ്യത്തിന് നമ്മളൊക്കെ ഇത്തിരി
ഭയപ്പെടുന്നത് വളരെ നന്നായിരിക്കും. ഏതായാലും ഇരിക്കട്ടെ. ഇന്ന് വാഹനത്തിന്റെ ഏത് വിഷയത്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്? ഇപ്പോൾ കേൾക്കുന്ന നിങ്ങളെല്ലാവരും ഒരു 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 സജഷൻ മുന്നിലോട്ട് എന്റെ മുന്നിൽ വെക്കുക. നമുക്ക് അതിനെ കുറിച്ചിട്ട് സംസാരിക്കാം. അതായിരിക്കും ഏറ്റവും ഭംഗി. അപ്പോൾ എല്ലാവരും ഒന്ന് ആലോചിച്ചിട്ട് ഏത് വിഷയത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്, ഏത് വിഷയത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കേണ്ടത്? വാഹനങ്ങളുടെ, വേറെ വിഷയം കൈകാര്യം ചെയ്യാൻ പറ്റില്ല, വാഹനങ്ങളെ കുറിച്ച് മാത്രം കേട്ടാ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ആലോചിച്ചിട്ടൊന്ന് ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് നമുക്ക് അതിനെ കുറിച്ചിട്ട് അങ്ങോട്ട് മുമ്പോട്ട് പോകാം. അതായിരിക്കും ഏറ്റവും നല്ലത്. ആരാ പറയൂ, ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യൂ ഒരു സബ്ജക്റ്റ്. ആരും ഇല്ലേ? അല്ല, റൂമിൽ ആരും ഇല്ലേ? എല്ലാരും ഉറക്കമാണോ? ജുമാ കഴിഞ്ഞിട്ട് ബിരിയാണിയും മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും കഴിച്ചിട്ട് ഉറങ്ങിയോ? കുട്ടിയൊക്കെ ഇന്ന് ബിരിയാണിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. മാഷാ അല്ലാഹ് എല്ലാവരും ഉണ്ട്. അപ്പൊ നമുക്ക് നിങ്ങൾ ആരും അങ്ങനെ ഒരു സബ്ജക്ട് എടുത്തിടാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ ഒരു സബ്ജക്ട് അങ്ങോട്ട് എടുത്തിടാം. അല്ലെ, അതായിരിക്കും നല്ലത്. ഏതാ പറയുക, നമ്മളൊരു എഞ്ചിനെ കുറിച്ചിട്ടൊരു സബ്ജക്ട്. വാഹനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ എഞ്ചിൻ. അറബിയിൽ മക്കീന എന്നൊക്കെ പറയും. ഇപ്പൊ എഞ്ചിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യമായിട്ട് വാഹനങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു എഞ്ചിനാണ്. നമ്മള് പഴയ മോഡൽ വാഹനങ്ങൾ കണ്ടിട്ടുണ്ടോ? മോറിസ് മൈനർ വാഹനം കണ്ടിട്ടുണ്ടോ? മോറിസ് മൈനർ, അതുപോലെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ പഴയ അംബാസഡറിന്റെ ഏറ്റവും മൂത്ത വണ്ടി ലാൻഡ് മാസ്റ്റർ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ആ വാഹനങ്ങളിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന വില്ലീസ് പിന്നെ അതൊരു ഇന്ത്യൻ മോഡൽ വണ്ടിയല്ല. വില്ലീസ് വിദേശ നിർമ്മിതമാണ്. നമ്മൾ ഇന്ത്യൻ മോഡൽ വാഹനങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. അതായത് ആ മോറിസ് മൈനർ, നമ്മുടെ ആമക്കാർ എന്ന് പറയും, നമ്മളൊക്കെ പണ്ട് ആമക്കാർ എന്ന് പറയും അതിന്. അപ്പൊ ആ വാഹനങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന എഞ്ചിൻ സൈഡ് വാൽവ് എഞ്ചിനാണ്. അന്നത്തെ കാലത്ത് സൈഡ് വാൽവ് എഞ്ചിനാണ് ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ടിരുന്നത്. അതായത് സിലിണ്ടറിൽ തന്നെ പിസ്റ്റണും അതിന്റെ സൈഡിൽ വാൽവും ഫിക്സ് ചെയ്തുകൊണ്ട് ഹെഡിനെ ഒരു മൂടിയായിട്ടാണ് അവിടെ ഫിക്സ് ചെയ്തുകൊണ്ടിരുന്നത് അന്ന് ആ മോഡൽ വാഹനങ്ങൾക്ക്. അതിന് കുറെ കാലത്തിന് ശേഷമാണ് പിന്നീട് വന്ന വാഹനങ്ങൾക്ക് ഹെഡില് വാൾവ് സെറ്റ് ചെയ്തുകൊണ്ട് പുതിയൊരു മോഡൽ ഇറക്കപ്പെട്ടു. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന വാഹനങ്ങൾക്ക് പ്രധാനമായിട്ടും എഞ്ചിന് കാർബറേറ്റർ, ഡെൽക്കോ, അതായത് നമ്മുടെ ഇലക്ട്രിക് പ്ലഗിൽ കറണ്ട് കൊടുക്കാനായിട്ട് ഒരു ഡെൽക്കോയും അതിനുള്ളിൽ ഒരു റോട്ടറും ഒരു എന്താ പറയുക അതിന് ഒരു പ്ലാറ്റിനം പോയിന്റും, അല്ല അതുകൊണ്ടൊന്നും പുക വരില്ല കേട്ടോ, ഒരു പ്ലാറ്റിനം പോയിന്റും, അതുകൂടാതെ തന്നെ ഒരു കോയിലിന്റെ പ്രധാനപ്പെട്ട ഒരു ജോലി 12 വോൾട്ട് കറണ്ടിനെ ഹൈ വോൾട്ട് കറണ്ട് ആക്കുക എന്നുള്ളതാണ്. ഈ ഹൈ വോൾട്ട് കറണ്ടാണ് പ്ലഗിൽ വന്നിട്ട് സ്പാർക്ക് ആക്കുന്നത്. അതിൽ നിന്നൊക്കെ എത്രയോ മാറി വന്ന് ഇന്ന് നമ്മൾ കാണുന്ന എഞ്ചിൻ ഒരുപാട് മാറ്റങ്ങൾ വന്ന് എല്ലാം ഇലക്ട്രോണിക്സ് ആയി. പഴയ കാർബറേറ്റർ ഇപ്പൊ കാണാനില്ല. നമ്മൾ പഴയ പറഞ്ഞ കോയിലുകൾ കാണാനില്ല. പ്ലാറ്റിനം പോയിന്റിന്റെ പരിപാടിയേ ഇല്ല ഇന്നത്തെ വാഹനങ്ങൾക്ക്. ഡെൽക്കോന്റെ പരിപാടിയേ ഇല്ല. അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഇല്ലാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇലക്ട്രോണിക്സ് രീതിയിലോട്ട് കൊണ്ടുവന്നിട്ട് പ്ലഗ് അന്നുകൊണ്ട് ഇന്നുണ്ട്. പ്ലഗ് ഇല്ലാതെ പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യില്ലല്ലോ. അപ്പോൾ അതിനുശേഷം അവര് അത്രയും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട് ഇന്ന് നമ്മളൊക്കെ ഉദ്ദേശിക്കുന്ന രീതിക്ക് അപ്പുറമാണ് ഓരോ വാഹനം. കാരണം നമ്മളൊക്കെ
ഓരോ വർഷം തോറും ഓരോ വാഹനങ്ങൾ പുതിയതായിട്ട് ഇറങ്ങുന്നു, പുതിയ മോഡൽ വരുന്നു, പുതിയ സിസ്റ്റം, എഞ്ചിനിലുള്ള കംപ്ലീറ്റ് സിസ്റ്റവും പുതിയ രീതിയിൽ കൊണ്ടുവരുന്നു. ഓരോ ദിവസവും ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പുതിയ പുതിയ മോഡൽ വരുമ്പോൾ പഠിക്കാതെ വേറെ നിവൃത്തിയില്ല. നമ്മൾക്കത് റിപ്പയർ ചെയ്യാൻ കഴിയാത്തൊരു കണ്ടീഷനിലോട്ടാണ് ഇപ്പോൾ വാഹനങ്ങൾ കൊണ്ടുവരുന്നത്. ഇന്ന് ഇപ്പോൾ KSIയിൽ ഇറങ്ങുന്ന ചില വാഹനങ്ങൾക്ക് നമ്മൾ സാധാരണ ഒരു ബ്രേക്ക് പാഡ് അല്ലെങ്കിൽ ഒരു ഷോക്ക് അബ്സർ സാധാരണ ഒരു വർക്ക്ഷോപ്പുകളിൽ കൊണ്ടുപോയി റീപ്ലേസ് ചെയ്താൽ അത് വർക്ക് ചെയ്യാത്തൊരവസ്ഥ വരുന്നുണ്ട്. അത് അതിൻ്റെതായ കമ്പനികളിൽ കൊണ്ടുപോയി അത് ബർമജ ചെയ്യണം. ചെയ്താൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ അത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടാണ് അവർ ആ വാഹനങ്ങൾ, പുതിയ മോഡൽ വാഹനങ്ങൾ റോഡിൽ ഇറക്കുന്നത്. ഇപ്പൊ ടൊയോട്ട ലാൻഡ് ക്രൂസറിന് ചാവിയില്ല. ബ്രേക്കിൽ ചവിട്ടി ഒരു സ്വിച്ച് ഇട്ടാൽ എഞ്ചിൻ സ്റ്റാർട്ടാവും. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ചില വാഹനങ്ങള് നമ്മൾ ചാവി അകത്ത് വെച്ച് മറന്നുപോയി പുറത്തുനിന്ന് ലോക്ക് ചെയ്താൽ സാറ്റലൈറ്റ് വഴി ആ വാഹനത്തിനെ ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള സിസ്റ്റം വരെ ഉണ്ട് ഇന്നത്തെ വാഹനങ്ങൾക്ക്. ഇൻ കേസ് നമ്മളുടെ ചാവി വാഹനത്തിനുള്ളിൽ വെച്ച് മറന്നുപോയി, നമ്മൾ പുറത്തിറങ്ങി, ഡോർ ലോക്കായി, ഇനി ആ വാഹനം എങ്ങനെ തുറക്കും, ഓപ്പൺ ചെയ്യും? അപ്പോൾ അതാത് കമ്പനിയിൽ വിളിച്ചു പറഞ്ഞാൽ അവർ സാറ്റലൈറ്റ് വഴി ആ വാഹനത്തിന്റെ ഡോർ ഓപ്പൺ ചെയ്ത് തരുന്ന സിസ്റ്റം വരെ ഇന്നുള്ള വാഹനങ്ങൾക്ക് ഉണ്ട്. അപ്പൊ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയി മാറുകയാണ് ഈ വാഹനങ്ങളുടെ ഒരു യാത്ര. ഏതായാലും നമ്മൾ എഞ്ചിനെ പറ്റിയാണ് പറഞ്ഞു വന്നത്. ഈ എഞ്ചിനിലുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, പഴയ മോഡൽ എഞ്ചിനിൽ തന്നെ തുടങ്ങാം, കാർബറേറ്റർ. കാർബറേറ്ററിന്റെ ജോലി എന്താണ്? ആർക്കെങ്കിലും അറിയോ കാർബറേറ്ററിന്റെ ജോലി? ആ എഞ്ചിനില് കാർബറേറ്ററിന്റെ കർത്തവ്യം, പുള്ളിക്കാരൻ എന്ത് ജോലിയാണ് അതിൽ ചെയ്യുന്നത്? അദ്ദേഹം ചെയ്യുന്ന ജോലി വാഹനത്തിന്റെ സ്പീഡ് കൂട്ടുക, അതുകൂടാതെ തന്നെ നമ്മുടെ ഹാർട്ടിന്റെ ജോലിയാണ്. അതൊക്കെ തന്നെ അങ്ങനെയൊക്കെ ഒരു ഹൃദയമാണത് ശരിക്കും. കാരണം ജസ്റ്റ് എന്തെങ്കിലും കാർബറേറ്ററിന് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായാൽ നമ്മളുടെ പോക്കറ്റ് കാലിയാവും. കാരണം കാർബറേറ്ററിന് ചെറിയ പ്രശ്നം ഉണ്ടായാൽ മൈലേജ് ഒരു വലിയ പ്രശ്നമായി മാറും. മൈലേജ് വളരെ കുറയും വാഹനത്തിന്റെ. പഴയ വാഹനങ്ങളൊക്കെ കണ്ടിട്ടില്ലേ ഞാനൊക്കെ പണ്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഈ കാർബറേറ്റർ അഴിച്ചിട്ട് നമ്മുടെ വാട്ടർ പേപ്പർ ഉണ്ടല്ലോ, ഫേസ് ചെയ്യുന്ന പേപ്പർ, അത് ഗ്ലാസിന്റെ പുറത്ത് വെച്ചിട്ട് അതിനെ കാർബറേറ്ററിനെ ഫേസ് ചെയ്യും. കാരണം ഒരു ശകല എയർ കടക്കേണ്ട ഭാഗത്തൂടെ മാത്രമേ അതിനുള്ളിൽ കടക്കാൻ പാടുള്ളൂ. മറ്റുള്ള സ്ഥലത്തുകൂടെ ഒരല്പം എയർ കടന്നാൽ കാര്യങ്ങൾ കൈവിട്ടു, കരട് കുടുങ്ങിയാൽ. അപ്പൊ അത്രയും പ്രശ്നകാരിയാണ് ഈ കാർബറേറ്റർ. സാധാരണ ഒരു മെക്കാനിക്കിന്റെ വർക്കില് അയാളുടെ കഴിവ് തെളിയിക്കേണ്ട ഒരു വർക്കാണ് കാർബറേറ്ററിന്റെ പണി, ആ മെക്കാനിക്കിന്റെ കഴിവ്. കാരണം ആ മെക്കാനിക്ക് കാർബറേറ്റർ അഴിച്ച് അത് കൃത്യമായിട്ടല്ല അതിന്റെ സെറ്റിങ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് ആ കറക്റ്റ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള മൈലേജ് നമ്മൾക്ക് കിട്ടില്ല വാഹനത്തിൽ. അതുകൂടാതെ തന്നെ ചില വാഹനങ്ങൾ കണ്ടിട്ടുണ്ട് കറുത്ത പുകയടിക്കുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്, പെട്രോൾ എഞ്ചിന്റെ കാര്യമാണ് പറയുന്നത്, പെട്രോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കറുത്ത പുകയടിക്കും. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് കൂടുതൽ ഫ്യൂവൽ, ഇന്ധനം കൂടുതൽ സിലിണ്ടറിലോട്ട് പോയിട്ട് ആ കൂടുതൽ ഇന്ധനം കത്തിയിട്ടുണ്ടാകുന്നതാണ് ഈ കറുത്ത പുക. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കാർബറേറ്ററാണ്. ഇപ്പോൾ പുതിയ മോഡൽ വാഹനങ്ങൾക്ക് ഫ്യൂവൽ ഇഞ്ചക്ടർ എന്ന് പറഞ്ഞ ഇഞ്ചക്ടർ സിസ്റ്റം കംപ്ലൈന്റ് ആയാലും ഇതുപോലെ കറുത്ത പുക ഉണ്ടാവും. കാരണം ആ ഇഞ്ചക്ടറിലൂടെ കൂടുതൽ പെട്രോൾ, ആവശ്യത്തിലധികം പെട്രോള് സിലിണ്ടറിനുള്ളിൽ ചെല്ലുകയും അത് കത്തിയിട്ടാണ് കൂടുതൽ കറുത്ത പുക ഉണ്ടാവുകയും ചെയ്യുന്നത്.
അപ്പോൾ കാർബറേറ്റർ എന്ന് പറയുന്ന ആ ഒരു സംവിധാനം, ആ സംവിധാനം നമ്മൾ എപ്പോഴും റിപ്പയർ ചെയ്യുമ്പോൾ നല്ല കഴിവുള്ള അറിയുന്ന മെക്കാനിക്കിനെ കൊണ്ട് മാത്രം റിപ്പയർ ചെയ്യിക്കുക. മറ്റുള്ള ഈ സാധാരണ ഒരു മെക്കാനിക്കിനെ കൊണ്ട് അത് റിപ്പയർ ചെയ്യിച്ചാൽ അത് വലിയ വിഷയം ഉണ്ടാവും. ഇന്ന് കാർബറേറ്റർ ഇല്ല കേട്ടോ, വളരെ കുറവാണ്. എന്നാലും ഉണ്ട്. നാട്ടിലൊക്കെ പഴയ വാഹനങ്ങൾക്കൊക്കെ ഇപ്പോഴും കാർബറേറ്റർ വെച്ചിട്ടുള്ള വാഹനങ്ങളുണ്ട്. പഴയ ഫിയറ്റ്, ഇതിനൊക്കെ കാർബറേറ്റർ സംവിധാനമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, കാർബറേറ്റർ ഉള്ള വാഹനമായെങ്കിലും 800 മാരുതി 800cc പഴയ മോഡൽ വാഹനങ്ങൾക്കൊക്കെ ഇപ്പോഴും കാർബറേറ്റർ ആണ്. അത് മാക്സിമം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പെട്രോൾ അടിക്കുമ്പോൾ, വാഹനങ്ങളിൽ പെട്രോൾ അടിക്കുന്ന സമയത്ത് നമ്മൾ വാഹനം എഞ്ചിൻ ഓഫ് ചെയ്തിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പെട്രോളിലുള്ള പൊടി, ഇപ്പൊ ടാങ്ക് നമ്മൾ എപ്പോഴും ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന സാധനമല്ലല്ലോ, അതിൽ ചിലപ്പോൾ പൊടി ഉണ്ടാവാം, എന്തെങ്കിലും പൊടി കയറാം, അഴുക്ക് കയറാം. പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വാഹനം സ്റ്റാർട്ട് ഇട്ടിരിക്കുകയാണെങ്കിൽ ആ പൊടിയോട് കൂടിയിട്ടുള്ള പെട്രോൾ ആയിരിക്കും നമ്മുടെ പമ്പിലോട്ട് കയറിയിട്ട് അത് നേരെ കാർബറേറ്ററിലോട്ട് വരികയും ചിലപ്പോൾ ഫ്യൂവൽ ഫിൽട്ടർ ചിലപ്പോൾ കൂടുതൽ ഡാമേജ് ആയിട്ടുണ്ടാവാം. അതിനുള്ളിൽ കൂടുതൽ അഴുക്ക് കയറിയിട്ട് അതിൽ നിന്ന് ഇപ്പൊ നമ്മൾ എന്താ പറയുക, നമ്മളിപ്പോ ഒരു കുപ്പി വെള്ളം അതിനകത്ത് പിന്നെയും വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്ന ഓവർഫ്ലോ ആവും. ആ കൂട്ടത്തിൽ അതിനകത്തുള്ള അഴുക്കും പുറത്തു വരും. എന്ന് പറയുന്ന പോലെ തന്നെ ഈ ഫ്യൂവൽ ഫിൽട്ടറിൽ നിന്നിട്ടുള്ള അഴുക്കുകൾ കാർബറേറ്ററിൽ വരികയും കാർബറേറ്ററിന്റെ സ്ലോ സ്പീഡ് ജെറ്റ്, ഹൈ സ്പീഡ് ജെറ്റ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട 2 ജെറ്റുകളാണുള്ളത്. അത് ഈ സ്ലോ സ്പീഡ് ജെറ്റിലാണ് കയറുന്നതെങ്കിൽ, ഒരു കരട് സ്ലോ സ്പീഡ് ജെറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്താൽ അപ്പോൾ വണ്ടി ഓഫ് ആവും. ഈശ്വരി ഉസ്താദെ, അസറിന്റെ സമയമായോ അവിടെ UAE-ല്? ആയിട്ടുണ്ടാവില്ലല്ലേ? ഇവിടെ 2:15 ആയിട്ടുള്ള സൗദി ടൈം, അവിടെ 3:15 ആയിട്ടുണ്ടാവും. വാങ്ക് വിളിച്ചു. ഏതായാലും അബ്ദുൽ ഉസ്താദ് വരുന്നതിനുള്ളിൽ നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ കാർബറേറ്ററിന്റെ സ്ലോ സ്പീഡ് ജെറ്റില് കരട് കയറിയാൽ ആ വാഹനം സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുകയല്ല, അപ്പോൾ അത് ഓഫായി പോകും. കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്ത് ഈ സ്ലോ സ്പീഡ് ജെറ്റ് വഴിയാണ് അതിനുള്ളിലോട്ടുള്ള പെട്രോള്, എഞ്ചിനിലേക്കുള്ള പെട്രോളിന്റെ സർവീസ് നടക്കേണ്ടത് ഇതിനുള്ളിൽ കൂടെയാണ്. അത് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ പെട്രോളിന്റെ സർവീസ് ഉണ്ടാവില്ല, അതിലോട്ട് പെട്രോള് കടക്കുകയില്ല. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി വാഹനം ഓഫായി പോകാൻ സാധ്യത കൂടുതലാണ്, ഓഫായി പോകും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പുതിയ മോഡലായാലും പഴയ മോഡലായാലും ഏത് മോഡൽ വാഹനങ്ങളായാലും നമ്മൾ എപ്പോഴും വാഹനത്തിൽ പെട്രോൾ അടിക്കുമ്പോൾ, പമ്പിൽ നിന്നും പെട്രോൾ അടിക്കുമ്പോൾ എഞ്ചിൻ ഓഫ് ചെയ്തിടാൻ എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം ഓഫ് ചെയ്തിടാതിരിക്കുന്നത് കൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. അത് ചില സമയത്ത് നമുക്ക് തോന്നൂല ഓഫ് ചെയ്യാൻ, എന്നാലും മാക്സിമം നമ്മൾ ഓഫ് ചെയ്തിടുക. പലരും അങ്ങനെ, ഈ പല ആളുകൾക്കും അങ്ങനെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ആളുകൾ പെട്രോൾ പമ്പിൽ പോയി വാഹനത്തിൽ എണ്ണ അടിക്കുന്ന സമയത്ത് എഞ്ചിൻ ഓഫ് ചെയ്തിട്ടിട്ട് കുറച്ച് വാഹനം മുമ്പോട്ട് പോകുമ്പോൾ അവിടെ ഓഫായി പോകും. അത് ഇങ്ങനെയുള്ള ഈ ഓഫ് ചെയ്യാതിരിക്കുന്നതിന്റെ കാരണം കൊണ്ടുണ്ടാവുന്നതാണ്. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് കാർബറേറ്ററിനെ കുറിച്ചിട്ടായിരുന്നു അല്ലെ. ഇനി കാർബറേറ്ററിലുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് ഹൈ സ്പീഡ് ജെറ്റ്. ഒന്ന് സ്ലോ സ്പീഡ് ജെറ്റും രണ്ടാമത്തെ ഹൈ സ്പീഡ് ജെറ്റും. കാർബറേറ്ററിനെ കുറിച്ച് പറഞ്ഞു വന്നാലേ നമുക്ക് ബാക്കി എഞ്ചിനിലോട്ട് കടക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സ്റ്റാർട്ടിങ് കാർബറേറ്ററിൽ തുടങ്ങിയത്. ഇപ്പൊ ഹൈ സ്പീഡ് ജെറ്റിന്റെ ജോലി എന്താണ്? ആ വാക്കിൽ തന്നെ ഉണ്ട് അതിന്റെ ജോലിയും. ഹൈ സ്പീഡ് വാഹനം ഒരു നോർമൽ സ്പീഡിന് ശേഷം ഒരു ഹൈ സ്പീഡിലോട്ട് വാഹനം നീങ്ങുമ്പോൾ ഫ്യൂവൽ കൊടുക്കേണ്ട ഒരു സംവിധാനമാണ് ഹൈ സ്പീഡ് ജെറ്റ്. പിന്നെ സ്ലോ സ്പീഡ് ജെറ്റിൽ കൂടെയുള്ള ഫ്യൂവൽ കൊടുക്കൽ അവിടെ സ്റ്റോപ്പായിട്ട് പിന്നെ ഹൈ സ്പീഡ് ജെറ്റിലൂടെ ആയിരിക്കും പിന്നെ ഫ്യൂവൽ കൊടുക്കുന്നത്.
അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ സാധാരണ ഒരു കാർബറേറ്റർ അഴിച്ച് നോക്കുമ്പോൾ അതിനകത്ത് 2 ബട്ടർഫ്ലൈ കാണും. ബട്ടർഫ്ലൈ എന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലോ, നമ്മുടെ ചിത്രശലഭമല്ല ഞാൻ ബട്ടർഫ്ലൈ കൊണ്ട് ഉദ്ദേശിച്ചത്. ബട്ടർഫ്ലൈ എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ കാർബറേറ്ററിന്റെ താഴെയായിട്ട് ഒരു എന്താ പറയുക, അതിനൊരു ഓപ്പൺ ആവുകയും അടയുകയും ചെയ്യുന്നൊരു സംവിധാനമാണത്. അതിനെയാണ് വാഹന ഭാഷയിൽ അല്ലെങ്കിൽ കാർബറേറ്ററിന്റെ ഭാഷയിൽ പറയുന്ന ബട്ടർഫ്ലൈ. അത് ഓപ്പൺ ആവുമ്പോഴാണ് ഈ പെട്രോൾ അതിനുള്ളിലോട്ട്, എഞ്ചിന്റെ സിലിണ്ടറിനുള്ളിലോട്ട് പെട്രോൾ സപ്ലൈ ആവുകയും വാഹനത്തിന് സ്പീഡ് കൂടുകയും ചെയ്യുന്നത്. അപ്പോൾ ഹൈസ്പീഡ് ജെറ്റിൽ നിന്നാണ്, അപ്പം ആദ്യത്തെ സ്ലോ സ്പീഡിന് പോകാൻ ഒരു സ്ലോ സ്പീഡ് ജെറ്റിന് വേണ്ടിയിട്ട് ഒരു ബട്ടർഫ്ലൈയും ഹൈസ്പീഡ് ജെറ്റിന് വേണ്ടിയിട്ട് അതിന്റെ സൈഡിലായിട്ട് മറ്റൊരു ബട്ടർഫ്ലൈയും ഉണ്ടാവും. പ്രധാനമായിട്ടും നമ്മൾ ആക്സിലേറ്റർ ഫുള്ള് മാക്സിമം ഒരു പെട്രോൾ എഞ്ചിന്റെ ഒരു പെട്രോൾ വണ്ടിയുടെ ആക്സിലേറ്റർ ഫുള്ളായിട്ട് കൊടുത്ത് ആ ഫസ്റ്റ് ബട്ടർഫ്ലൈ പൂർണ്ണമായിട്ടും തുറന്നതിന് ശേഷം രണ്ടാമത്തെ ബട്ടർഫ്ലൈ തുറക്കുന്നത് അതിനകത്ത് ഓട്ടോമാറ്റിക് ആയിട്ടാണ് തുറക്കുന്നത്. ആ എഞ്ചിന്റെ വലിവ്, അതിന്റെ ഒരു കംപ്രഷന്റെ ഒരു വലിവ് കൊണ്ട് ആണ് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് തുറന്നിട്ട് പിന്നെ വാഹനം ഹൈ സ്പീഡിലോട്ട് പ്രവേശിക്കും. ആ 2 സ്പീഡ്, ആ ഹൈ സ്പീഡിലോട്ട് പ്രവേശിച്ചു കഴിയുമ്പോൾ ാണ് നമ്മുടെ ഫ്യൂവലിന്റെ, നമ്മുടെ വാഹനത്തിലുള്ള പെട്രോളിന്റെ ഉപയോഗം മാക്സിമം കൂടുന്നത്. നമ്മള് നാട്ടിലൊക്കെ കണ്ടിട്ടില്ല, ഇപ്പം ഒരു മോട്ടോർ സൈക്കിൾ ആയാലും മോട്ടോർ സൈക്കിളിന്റെ കാർബറേറ്ററിൽ ഒരു ബട്ടർഫ്ലൈ ഉള്ളു കണ്ടിട്ടില്ല. ഒരു പച്ച, നമ്മുടെ സ്പീഡോമീറ്ററിന്റെ ആ ഒരു മീറ്ററിൽ ഒരു പച്ച വരയും അത് കഴിഞ്ഞിട്ട് ഒരു റെഡ് വരയും ഒരു ഇതായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന്റെ ഒരു നോർമൽ സ്പീഡിൽ പോകുമ്പോൾ നമ്മൾക്ക് മാന്യമായ മൈലേജ് വാഹനത്തിന് കിട്ടും. അതിൽ കൂടുതൽ സ്പീഡിൽ പോയാൽ പിന്നെ വാഹനത്തിന് മൈലേജ് കുറയും, കൂടുതൽ ഇന്ധനം കത്തുകയും അതിനനുസരിച്ച് മൈലേജ്, നമ്മുടെ വാഹനത്തിന്റെ മൈലേജ് 20 കിലോമീറ്റർ കിട്ടുന്നിടത്ത് ചിലപ്പോൾ 15 ആവാം, 14 ആവാം, 12 ആവാം, 10 ആവാം. അതുകൊണ്ട് ഓവർ സ്പീഡിലൊന്നും ആരും വാഹനം ഉപയോഗിക്കരുത്. ഓവർ സ്പീഡ്, അമിത വേഗത ശരീരത്തിനും ദോഷമാണ്, ശരീരത്തിനും ബുദ്ധിമുട്ട്, അതുപോലെ പോക്കറ്റിനും ബുദ്ധിമുട്ട്, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഒരു നോർമൽ സ്പീഡ്, നമ്മളൊരു സാധാരണ നാട്ടിലെ ഒരു നോർമൽ സ്പീഡ്, ഒരു വാഹനത്തിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 50-60 ഒക്കെയാണ്. പിന്നെ നമ്മൾ ഈ ഓരോ സ്പീഡ് കൂടുന്തോറും നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാഹനത്തിന്റെ RPM, റൊട്ടേഷൻ പെർ മിനിറ്റ് എന്ന് പറയുന്ന സ്പീഡോമീറ്ററിന് തൊട്ടടുത്ത് തന്നെ ഒരു RPM മീറ്റർ ഉണ്ടാവും. അതില് ഇപ്പൊ 2 RPM 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ മീറ്റർ കൊടുക്കുന്നത്, അതിൽ കാണിക്കുന്നത്. അപ്പോൾ അത് 2ന് താഴെ എപ്പോഴും ആ RPMന്റെ സൂചി 2ൽ താഴെ നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ വാഹനത്തിന് നല്ല മൈലേജ് കിട്ടും. മാക്സിമം അതിന് കിട്ടേണ്ട മൈലേജ് ആ വാഹനത്തിന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 2ന് മുകളിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് മൈലേജ് കുറയും. നേരെ മറിച്ച് RPM 3ന് മുകളിൽ പോയാൽ, RPM റൊട്ടേഷൻ പെർ മിനിറ്റ് 3ന് മുകളിലെന്ന് കാണിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ 3000 തവണ ആ എഞ്ചിൻ കറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കണക്കാക്കേണ്ട ഒരു കണക്കാണത്. ഇൻറ്റു 1000 ആണ് RPM എന്ന് പറയുന്നത്, റൊട്ടേഷൻ പെർ മിനിറ്റ് ഇൻറ്റു 1000. അതായത് ഒന്നാമത്തെ നമ്പറിൽ നിൽക്കുമ്പോൾ 1000 തവണയും, 2ൽ 2000 തവണയും, 3ൽ 3000 പ്രാവശ്യവും ഈ എഞ്ചിൻ കറങ്ങും. അതിനനുസരിച്ച് നമ്മളുടെ വാഹനത്തിന്റെ ഫ്യൂവല് കത്തിത്തീരും. ഏതായാലും സമയം ഏകദേശമൊക്കെ ആയി. അബുനുമാൻ ഉസ്താദിന്റെ ക്ലാസ്സും തുടങ്ങാനുള്ളതാണ്. ഉസ്താദും ടൈമൊക്കെ വളരെ കുറവുള്ള ഒരു ആളുമാണ്. ഏതായാലും സംശയം, ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങളുള്ളവർക്കൊക്കെ മൈക്കിലോട്ട് വരാം. ഞാൻ ഏതായാലും മൈക്ക് വിടുകയാണ്. സംശയമുള്ളവർ മൈക്കിൽ വന്ന് ചോദിക്കേണ്ടതാണ്. പെട്രോൾ ഫുൾ കഴിഞ്ഞ് ലൈറ്റ് വന്നതിന് ശേഷം അടിക്കുന്നതിനെ കുറിച്ചിട്ട് ആമ്യാലി നല്ലൊരു ചോദ്യമാണ്. ഒരിക്കലും നമ്മൾ മാക്സിമം ലൈറ്റ് വരാൻ കാത്തു നിൽക്കരുത്.
പെട്രോൾ ഒരു 1/4 ടാങ്ക് പെട്രോൾ ആകുമ്പോൾ നമ്മൾ പെട്രോൾ അടിക്കുന്നതാണ് ഏറ്റവും ഭംഗി, ഏറ്റവും നല്ലത്. കൂടുതൽ ഈ പൂർണ്ണമായിട്ടും പെട്രോൾ തീർന്ന് നമ്മള് ലൈറ്റ് വന്നതിന് ശേഷം പെട്രോൾ അടിക്കുമ്പോൾ അതിൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങൾ അതിനുണ്ട്. കാരണം നമ്മൾ ആ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പിന്നെ അതിനകത്തുള്ള പൊടിയെല്ലാം കൂടെ ഒരുപാട് കൂടുതൽ അങ്ങോട്ട് മിക്സായിട്ട് ചിലപ്പോൾ പെട്രോൾ അടിച്ചു കഴിഞ്ഞാണ് നമ്മൾ തന്നെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ചിലപ്പോൾ അഴുക്കും മറ്റുമൊക്കെ പൈപ്പ് വഴി കയറാം. ഇന്നത്തെ വാഹനങ്ങൾക്കെല്ലാം ഫ്യൂവൽ പമ്പ് ഇരിക്കുന്നത് പെട്രോൾ ടാങ്കിന്റെ ഉള്ളിലാണ്. മിക്കവാറും എല്ലാ വാഹനങ്ങളുടെയും പെട്രോൾ വാഹനങ്ങളിലെ എല്ലാ ഫ്യൂവൽ പമ്പും ഇന്ന് ടാങ്കിനുള്ളിലാണ്. ഇന്നത്തെ പുതിയ മോഡൽ വാഹനങ്ങൾക്കെല്ലാം ടാങ്കിനുള്ളിൽ തന്നെയാണ് അത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഫ്യൂവൽ പമ്പ് മാറ്റണമെങ്കിൽ നമ്മൾ പെട്രോൾ ടാങ്ക് താഴെ അഴിച്ച് താഴെ വെച്ചതിന് ശേഷമാണ് ഫ്യൂവൽ പമ്പ് മാറ്റാൻ തന്നെ കഴിയുക. പിന്നെ രണ്ടാമത്തത്, ആ പെട്രോളിന്റെ ഗേജും ഫ്യൂവൽ പമ്പും എല്ലാം ഒറ്റ ലൈനാണ് അതിന്റെ കണക്ഷൻ ഒരു ലൈനിലാണ് വരുന്നത്. അപ്പോൾ ഒരേ സമയം അതിനുള്ളില് ഫ്യൂവൽ ടാങ്കിനുള്ളില് ഫ്യൂവൽ പമ്പില് കണക്ഷൻ, അതായത് അതിന്റെ വൈദ്യുതി ഇലക്ട്രിക് ബന്ധം വിച്ഛേദിക്കാത്ത രീതിയിൽ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു സ്പാർക്കിങ്ങോ മറ്റെന്തെങ്കിലും ഉണ്ടായാൽ അപകട സാധ്യത കൂടുതലുമാണ്. അതുകൊണ്ടാണ് ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നത്, വാഹനത്തിൽ നമ്മൾ പെട്രോൾ നിറയ്ക്കുമ്പോൾ ടാങ്കിൽ പെട്രോൾ അടിച്ച് കയറ്റുന്ന സമയങ്ങളിൽ മാക്സിമം നമ്മൾ എൻജിൻ ഓഫ് ചെയ്തിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പെട്രോളിന്റെ ലൈറ്റ് കത്തിയതിന് ശേഷം, ലൈറ്റ് വന്നതിന് ശേഷം പെട്രോൾ അടിക്കാതിരിക്കുക, അതിനു മുമ്പ് തന്നെ പെട്രോൾ അടിക്കുക. മാക്സിമം അതെല്ലാം എല്ലാവരും ശ്രദ്ധിക്കണം. ഏതായാലും മറ്റുള്ള സംശയങ്ങളുള്ളവർക്ക് ഏതായാലും മൈക്കിലേക്ക് വരാം. ഞാൻ എന്തായാലും മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വണ്ടിയില് ദിവസം നമ്മൾ ചെക്ക് ചെയ്യാനുള്ളത്, ഒരുപക്ഷെ ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. വണ്ടിയിൽ മിനിമം നമ്മൾ ഒരു വണ്ടി എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഓയിലുകൾ പലതും നോക്കാനുണ്ടല്ലോ. ഇവിടുത്തെ വണ്ടികൾ ഇവിടെ UAE-യിലാവുമ്പോൾ അതൊക്കെ സമയമാകുമ്പോൾ വണ്ടി അവര് കമ്പനി കെയർ ഓഫിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യും. എങ്കിലും നമുക്ക് മിനിമം ചെക്ക് ചെയ്യാനുള്ള നമ്മൾ സ്വന്തം വണ്ടിയുടെ ഒരു മെയിൻ്റനൻസ് സ്വന്തം പരിഹരിക്കാവുന്ന നിലയ്ക്ക് എന്തൊക്കെയാണ് ചെക്ക് ചെയ്യാനുള്ളത്, ബാറ്ററി, വാട്ടർ, അങ്ങനെ മൊത്തത്തിൽ എന്തെങ്കിലും ഒരു അഡ്വൈസ് തരികയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്ന് വിചാരിക്കും. നമ്മളൊന്നും അറിയാമല്ലോ, വണ്ടി കയറി സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ പോവുകയാണ് സാധാരണ ചെയ്യാറ്. വണ്ടിന്റെ ഒരു ലൈഫിനും അതുപോലെ കാര്യത്തിനും വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത് എന്ന് ഒന്ന് മിനിമം പറഞ്ഞാൽ വളരെ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ സാധാരണ വാഹനങ്ങളിൽ ചെക്ക് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ്, നമ്മൾ രാവിലെ വാഹനം എല്ലാ ദിവസവും അത് ചെയ്യണമെന്നില്ല, ആഴ്ചയിൽ 2 തവണയെങ്കിലും മിനിമം എൻജിൻ ഓയിൽ ഒന്ന് ചെക്ക് ചെയ്യുക. അത് കൂടാതെ തന്നെ നമ്മൾ ബോണറ്റ് പൊക്കിയിട്ട് ട്രാൻസ്മിഷൻ ഓയിൽ ചെക്ക് ചെയ്യുമ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം വാഹനം സ്റ്റാർട്ട് ചെയ്യാത്ത രീതിയിൽ നമ്മൾ അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓയിൽ കൂടുതൽ കാണും. ട്രാൻസ്മിഷൻ, അതായത് ഗിയർ ബോക്സിന്റെ ഓയിൽ കൂടുതൽ കാണാൻ സാധ്യതയുണ്ട്. അപ്പൊ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പമ്പ് വർക്ക് ചെയ്യും. പമ്പ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഓയില്, ട്രാൻസ്മിഷന്റെ ഓയിൽ എല്ലാ ഭാഗങ്ങളിലോട്ടും സർക്കുലേഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഓയിൽ ലെവലുണ്ട്. ആ ഓയിൽ ലെവലാണ് ട്രാൻസ്മിഷനിൽ കാണേണ്ടത്. അപ്പം ട്രാൻസ്മിഷൻ ഓയിൽ ചെക്ക് ചെയ്യുമ്പോൾ, ഗിയർ ബോക്സിന്റെ ഓയിൽ ചെക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് വാഹനമാണെങ്കിൽ വാഹനം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ചെക്ക് ചെയ്യാം. ബാക്കി ചെക്ക് ചെയ്യേണ്ടത് പ്രധാനമായിട്ടും ബ്രേക്ക് ഫ്ലൂയിഡ് അതിന്റെ ഒരു ലെവലുണ്ട്. ആ ലെവലിൽ കൂടുതലായിട്ട് താഴാൻ പാടില്ല. പിന്നെ ഒരല്പം ബ്രേക്ക് ഫ്ലൂയിഡ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക് ഫ്ലൂയിഡ് വീണ്ടും ആഡ് ചെയ്യേണ്ട ആവശ്യവുമില്ല. കാരണം നമ്മൾ പിന്നീട് ഓരോ ദിവസവും അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോൾ അല്പം മില്ലി ഓയില് ബ്രേക്ക് ഫ്ലൂയിഡ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം
ഇന്ന് വാഹനങ്ങളുടെ ബ്രേക്കുകളെല്ലാം കാലിബർ സിസ്റ്റമാണ്. പഴയതുമാതിരി ചെറിയ സിലിണ്ടർ അല്ല, വളരെ വലിയ 2-4 സിലിണ്ടറാണ് കാലിബർ, ക്ലേബർ സിസ്റ്റം എന്ന് പറയും, കാലിബർ സിസ്റ്റം. അപ്പോൾ അതില് ബ്രേക്ക് പാഡിന്റെ തേയ്മാനത്തിനനുസരിച്ച് അതിലുള്ള പിസ്റ്റൺ, അതായത് കാലിബറിനുള്ളിലുള്ള പിസ്റ്റൺ പുറത്തോട്ട് തള്ളി വരികയും അതിനകത്ത് കൂടുതൽ ഓയിൽ അതിനകത്ത് സ്ഥിരമായി നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ അതിനകത്ത് കൂടുതലായിട്ട് നിലനിൽക്കേണ്ട ഓയിൽ നമ്മൾ മുകളിലുള്ള ടാങ്കിൽ നിന്നുള്ള ഓയിലാണ് ഇതിൽ വന്ന് നിലനിൽക്കുന്നത്. നേരെ മറിച്ച് കുറച്ചു നാൾ ഓടിയതിനു ശേഷം ബ്രേക്ക് പാഡ് ഒരു തേയ്മാനമൊക്കെ ആയി നമ്മൾ ബ്രേക്ക് പാഡ് റീപ്ലേസ് ചെയ്യുമ്പോൾ പിസ്റ്റൺ നമ്മൾ എന്തായാലും നമ്മൾ പുതിയ ഒരു ബ്രേക്ക് പാഡ് ഫിക്സ് ചെയ്യുമ്പോൾ പിസ്റ്റൺ നമ്മൾ റിട്ടേൺ തള്ളി ഉള്ളിലോട്ടാക്കേണ്ടി വരും. നമ്മൾ പിസ്റ്റൺ ഉള്ളിലോട്ട് തള്ളുമ്പോഴേക്കും ഇതിനകത്തുള്ള ഫ്ലൂയിഡ് നേരെ പഴയ നമ്മൾ മുകളിൽ കണ്ട ടാങ്കിലോട്ട് വന്ന് നിറയും. അപ്പോൾ അത് ഫില്ലായി. നേരെ മറിച്ച് നമ്മൾ കൂടുതൽ ഓയിൽ അതിൽ ഒഴിച്ചു കൊടുത്താൽ നമ്മൾ ഈ പിസ്റ്റൺ അങ്ങോട്ട് തള്ളുമ്പോൾ മുകളിൽ നിന്നും അതിന് താങ്ങുന്നതിൽ കൂടുതൽ ഓയിൽ അതിൽ വരുമ്പോൾ അതിൽ നിന്ന് പുറത്തു വരും. അപ്പോൾ ബ്രേക്ക് ഫ്ലൂയിഡ് കൂടുതലായിട്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും എവിടെങ്കിലും ബ്രേക്ക് ഫ്ലൂയിഡ് ലീക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യുന്ന എന്തിനാണ്? ബ്രേക്ക് ഫ്ലൂയിഡ് എവിടെങ്കിലും ലീക്ക് ഉണ്ടോ എന്നറിയാനാണ്. നമ്മൾ താഴെ ഒന്നും നോക്കണ്ട, ബ്രേക്ക് ഫ്ലൂയിഡ് വണ്ടിക്ക് അടിയിലൊന്നും കയറി നോക്കേണ്ട കാര്യമൊന്നുമില്ല. ബ്രേക്ക് ഫ്ലൂയിഡ് ബ്രേക്ക് ലീക്ക് ഉണ്ടോ എന്നറിയാൻ ശരിക്കും അതിന്റെ കണ്ടെയ്നർ, ബ്രേക്ക് ഫ്ലൂയിഡ് സൂക്ഷിക്കുന്ന അതിൽ നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. കൂടുതലായിട്ട് ഓയിൽ കുറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ടോ ചെക്ക് ചെയ്യുക ഏത് വീലിൽ നിന്നാണ്, ഏത് പൈപ്പിൽ നിന്നാണ് ലീക്ക് എന്ന്. കാരണം ഇതിന്റെ കണക്ഷൻ ഏകദേശം വീലിനോട് അടുത്ത് വരെ ഇരുമ്പിന്റെ പൈപ്പുകളിലൂടെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ റബ്ബർ പൈപ്പാണ് പിന്നെ വരുന്നത്. ഈ കാലിബറിനുള്ളിലോട്ട് റബ്ബറിന്റെ പൈപ്പാണ് വരുന്നത്. ചിലപ്പോൾ ഈ റബ്ബർ പൈപ്പിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായിട്ടോ, പിന്നെ നമ്മൾ ഈ ചില സ്ഥലങ്ങളിൽ ഈ കല്ല് ഒക്കെ അടിച്ചിട്ട് ഈ ഫ്ലൂയിഡിന്റെ പൈപ്പുകളൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളത് അറിയില്ല. നമ്മൾ ബ്രേക്ക് പിടിക്കും, ബ്രേക്ക് ചവിട്ടുമ്പോൾ വാഹനം നിൽക്കും. കുറച്ച് ദിവസം കഴിയുമ്പോഴായിരിക്കും അത്യാവശ്യം ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് വാഹനം നിൽക്കാതെ വരുന്നത്. കാരണം അതിനകത്തുള്ള ഫ്ലൂയിഡ് കംപ്ലീറ്റ് തീർന്നിട്ടുണ്ടാവും. ഫ്ലൂയിഡ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അതിലൂടെ എയർ കയറും. എയർ കയറി കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് വർക്ക് ചെയ്യില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് നമ്മുടെ സ്റ്റിയറിംഗ് ബോക്സിന്റെ അതിന്റെ പമ്പിന് മുകളിലായിട്ടൊരു അതിന്റെ ഫ്ലൂയിഡ്, സ്റ്റിയറിംഗ് ഫ്ലൂയിഡ്, അത് ഡെയിലി ചെക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ കൂളന്റ്, റേഡിയേറ്റർ കൂളന്റ് അത് ചെക്ക് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. പിന്നെ പ്രധാനമായിട്ട് ചെക്ക് ചെയ്യേണ്ടത് 2-3 ദിവസം കൂടുമ്പോൾ ടയറിന്റെ എയർ പ്രഷറുകൾ. ചൂട് കാലാവസ്ഥകളിൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചൂടുള്ള കാലാവസ്ഥയാകുമ്പോൾ ടയർ പ്രഷർ കൂടാനാണ് സാധ്യത. നമ്മളൊരു 30 PSI അടിച്ചാൽ ചിലപ്പോൾ 3-4 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കൂടും, ചിലപ്പോൾ അത് 35 ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് അത് ചെക്ക് ചെയ്യുക. കാരണം നമ്മൾ പ്രത്യേകിച്ച് ഈ ദുബായ് പോലുള്ള സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോഡിന് 100 കിലോമീറ്റർ സ്പീഡാണ് ഉപയോഗിക്കുന്നുള്ള. 100 കിലോമീറ്റർ സ്പീഡിലാണ് വാഹനം പോകുന്നത്. അതുകൊണ്ട് ടയർ പ്രഷർ എല്ലാ സമയത്തും ചെക്ക് ചെയ്യുക. അത് വളരെ നമ്മുടെ വാഹനത്തിന്റെയും നമ്മളുടെയും സേഫ്റ്റിക്ക് ഏറ്റവും നല്ലതാണ്. പിന്നെ നമ്മൾ വാഹനം വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റിയർ വീൽ ഡ്രൈവ് വാഹനത്തിനാണ് ഏറ്റവും നല്ല സേഫ്റ്റി ഉള്ളത്. നേരെ മറിച്ച് ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനങ്ങൾക്ക് സേഫ്റ്റി ഇല്ല എന്ന് പറയാൻ കഴിയില്ല. ആ റിയർ വീൽ ഡ്രൈവ് വാഹനങ്ങളുടെ സേഫ്റ്റി ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനത്തിന് ഒരിക്കലും കിട്ടില്ല. രണ്ടും രണ്ട് സംവിധാനത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ഏതായാലും ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ സംശയം, ഈ ഫ്രണ്ട് ഞാൻ മുമ്പ് ചോദിച്ചിരുന്നു, മറുപടിയും കിട്ടി. ഫ്രണ്ട് ടയറിൽ 2 സൈഡിലായിട്ട് തേയ്മാനം സംഭവിക്കുന്നു. അതിന് മറുപടി നൽകിയിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെ ഒന്ന് അലൈൻമെന്റ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അലൈൻമെന്റ് ചെക്ക് ചെയ്ത് ഇപ്പം റൈറ്റ് സൈഡിലേക്ക് വണ്ടി അവർ പറഞ്ഞു റൈറ്റ് സൈഡിലേക്ക് കുറച്ച് നീ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. സംഗതി അതിന് മുമ്പ് ഞാൻ സ്റ്റിയറിംഗ് വിട്ട് നോക്കിയിട്ടില്ല. അതിപ്പോ ശേഷം വിട്ടു നോക്കിയപ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവര് പറഞ്ഞു ഗ്യാരേജിൽ കൊണ്ടുപോയി റാഡ് ശരിയാക്കണം. അത് ശരിയാക്കി. എന്നിട്ടും
ഈ റൈറ്റ് സൈഡിലേക്ക് പോകുന്നത് മാറിയിട്ടില്ല. മാത്രം രണ്ടാമത് വീണ്ടും അവിടെ തന്നെ കൊണ്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ബാക്ക് സൈഡ് ടയർ എടുത്ത് 2 ടയറും ഫ്രണ്ട് ഇട്ടു. ഫ്രണ്ട് കിടന്ന ടയർ പുതിയ ടയറാണ്, അന്ന് മേടിച്ചതാണ്. അപ്പൊ എന്നിട്ട് അതിനുശേഷം പാക്താണ്. അപ്പൊ എന്താണെന്നുള്ളത് ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതായത് വാഹനം ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണോ, നമ്മുടെ നാട്ടിലെ വാഹനമാണോ, ഇവിടുത്തെ ഗൾഫിലെ വാഹനമാണോ? ഇടക്കൊന്ന് കട്ട് വന്നിരുന്നു. ഇപ്പൊ കേൾക്കാമല്ലോ? കേൾക്കാം? എന്റെ സൗണ്ട് കേൾക്കാമോ? ഹലോ, സൗണ്ട് കേൾക്കാമോ? ആ, ഞാൻ അദ്ദേഹം തന്നെ ഒന്ന് മൈക്കിൽ വരട്ടെ. എന്തായാലും മൈക്ക് വിടുന്നു. ആ, ഗൾഫ്. അപ്പോൾ അബ്ദുൽ വഹാബ്, ഈ ലെഫ്റ്റ് ഹാൻഡ് വാഹനമാണെങ്കിൽ, ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വാഹനമാണെങ്കിൽ അത് നമ്മൾ കൈവിട്ടാൽ എല്ലാ കാര്യങ്ങളും റെഡി ആണെങ്കിൽ പോലും നമ്മൾ ആ സ്റ്റിയറിംഗിൽ നിന്ന് കൈവിട്ട് കുറെ ദൂരം വാഹനം ഓടിച്ചാൽ ആ വാഹനം റൈറ്റിലോട്ട് തന്നെ അല്പം പോയിക്കൊണ്ടിരിക്കും. അത് പ്രധാനമായിട്ട് അങ്ങനെ പോകുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, അത് മാനുഫാക്ചർ ചെയ്യുന്നത് അങ്ങനെയാണ്. അതിന്റെ മാനുഫാക്ചർ നടക്കുന്നത്. കാരണം ആ വാഹനം റൈറ്റിലോട്ട് പോകാതെ ലെഫ്റ്റിലോട്ടാണ് പോകുന്നതെങ്കിൽ മറ്റു വാഹനവുമായിട്ട് ടച്ച് ആവുകയും അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളുടെ മുന്നിലോട്ട് ചെല്ലുകയും ഒരു അപകടം ഉണ്ടാവുകയും ചെയ്യും. അതിന്റെ കാരണം കൊണ്ടാണ് സാധാരണ എല്ലാ വാഹനങ്ങളും അങ്ങനെ തന്നെയാണ്. ഒരു കൂടുതൽ നേരം നമ്മൾ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വിട്ടാൽ ആ വാഹനം ലെഫ്റ്റ് ഹാൻഡ് വാഹനമാണെങ്കിൽ റൈറ്റ് സൈഡിലോട്ട് കുറേശ്ശെ അല്പാൽപമായിട്ട് പോയിക്കൊണ്ടിരിക്കും. പ്രീവിയ ഏത് വാഹനമാണെങ്കിലും അത് അവരങ്ങനെയാണ് മാനുഫാക്ചർ. അതിന്റെ സ്റ്റിയറിംഗ് ബോക്സിലുള്ള ചില സ്പ്രിങ്ങുകൾ വെച്ചിട്ട് അവരുടെ ഒരു പ്രത്യേക രീതിയിലാണ് അതിന്റെ നിർമ്മാണം തന്നെ. അത് നമ്മുടെ സേഫ്റ്റിക്കാണ്. പിന്നെ ഈ ടയറിന്റെ തേയ്മാനം എന്ന് പറയുന്നത് ഞാൻ അന്ന് പറഞ്ഞിരുന്നല്ലോ, ഈ മാക്സിമം ഒരു 10,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ആ ടയർ എടുത്ത് ബാക്കിലിടുക, ബാക്കിൽ ടയർ എടുത്ത് ഫ്രണ്ടിലിടുക. ഇപ്പൊ താങ്കളുടെ വണ്ടി പ്രീവിയ ആണ്, അത് ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനമാണ് അല്ലേ? ഫ്രണ്ട് വീൽ ഡ്രൈവ് അല്ലേ, റിയർ വീൽ അല്ല. പ്രീവിയ, ടൊയോട്ട പ്രീവിയ ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനമാണ്. അപ്പോൾ ആ വാഹനത്തിന് ഫ്രണ്ടിലെ വീലിന് കൂടുതൽ ലോഡ്, അതായത് വാഹനത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ലോഡും ഫ്രണ്ട് വീലിനാണ് കിട്ടുന്നത്. കാരണം വാഹനത്തിനെ വലിച്ചുകൊണ്ട് പോകുന്നത് ഫ്രണ്ട് വീലാണ്. വാഹനം അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിക്കാൻ ഉപയോഗിക്കുന്നതും ഫ്രണ്ട് വീലാണ്. നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഫ്ലൂയിഡ് ചെല്ലുകയും ആദ്യമായിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഫ്രണ്ട് വീലാണ്. ഫ്രണ്ട് വീലിലേക്കാണ് ആദ്യം ഫ്ലൂയിഡിന്റെ പാസിങ് നടക്കുന്നത്. അതിനുശേഷമാണ് ബാക്ക് വീലിലോട്ട് അതിന്റെ പാസേജ് നടക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് വീലിന് ലോഡ് കൂടുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫ്രണ്ട് വീലിന്റെ അകത്തെ സൈഡ് അല്ലേ അബ്ദുൽ വഹാബ്, അകത്തെ സൈഡല്ലേ തേയ്മാനം വരുന്ന കൂടുതൽ? പുറത്തെ സൈഡാണോ അകത്തെ സൈഡാണോ? ഒന്ന് ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ ഇല്ല, ഞാൻ പോയതോ ആരും ഇല്ല റൂമിൽ. പുറത്തെ സൈഡ്, പുറത്തെ സൈഡ് തേയ്മാനം വരികയാണെങ്കിൽ അത് അലൈൻമെന്റിന്റെ പ്രശ്നം തന്നെയാണ്. അതിനാണ് ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനം എന്ന് പറയുന്നത്. ഒന്ന് മൈക്ക് പോയിരുന്നല്ലേ? ഇല്ലില്ല, കട്ടായതല്ല, മൈക്ക് എന്റെ കയ്യിൽ നിന്ന് പോയതാണ്. മൈക്കിൽ ഞാൻ ശരിക്ക് അമർത്തി പിടിച്ചില്ല, സ്ലിപ്പായി പോയി. അപ്പം അതിനാണ് ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനം എന്ന് പറയുന്നത്. ഇപ്പൊ പുറത്തെ സൈഡാണ് കൂടുതൽ തേയ്മാനമെങ്കിൽ അതിന്റെ നമ്മൾ എന്താ പറയാ, അതിന്റെ ലോവർ ആമേ ഉണ്ടാവുള്ളൂ, അപ്പർ ആം അതിനുണ്ടാവില്ല. അതിന് അപ്പർ ആമിന് പകരം
ഷോക്ക് അബ്സർവറിൽ തന്നെയാണ് അതിന്റെ സിസ്റ്റം, അതിന്റെ കോയിൽ സ്പ്രിംഗ് സംവിധാനമായിരിക്കും. ഞാനത് കണ്ടിട്ടില്ല ശരിക്കും. അപ്പോൾ ആ ലോവറാമിന്റെയോ അപ്പറാമിന്റെയോ ലോവറാമിന്റെയോ ബുഷിന് തേയ്മാനം ഉണ്ടെങ്കിലും ഇങ്ങനെ പുറത്തെ സൈഡിലെ ടയറിന്റെ പുറത്ത് ഭാഗം, അതായത് നമ്മൾ കാണുന്ന ഭാഗം കൂടുതൽ തേയ്മാനത്തിന് സാധ്യത ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അതിന്റെ ബുഷുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. റബ്ബർ ബുഷുകൾ കൂടുതൽ പഴക്കമൊക്കെ ആയിക്കഴിഞ്ഞാൽ റബ്ബർ ബുഷിന് എന്തായാലും തേയ്മാനം വരും. റബ്ബർ ബുഷുകൾ മാറ്റി കൊടുത്തിട്ട് വേണം. നമ്മൾ സാധാരണ രീതിയിൽ ഈ ലോവറാം ബുഷ് അപ്പറാം ബുഷ് ഒക്കെ മാറ്റിയാൽ പിന്നെ വീണ്ടും നമ്മൾ വീൽ അലൈൻമെന്റ് ചെയ്യേണ്ടി വരും. കാരണം ലോവറാം ബുഷും അപ്പറാം ബുഷും ഒക്കെ ഫിക്സ് ആയി കഴിഞ്ഞാൽ അതിന്റെ അലൈൻമെന്റിന് വളരെ വ്യത്യാസം വരികയും പുതിയൊരു അലൈൻമെന്റ് വീണ്ടും റീസെറ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും അബ്ദുൽ വഹാബ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഏതായാലും ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശബ്ദം കേൾക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. എനിക്കൊരു സംശയം, ഇപ്പൊ നേരത്തെ പറഞ്ഞു, പിന്നെ ഓവർ സ്പീഡിൽ പോകുമ്പോ അതായത് പിന്നെ 100ന്റെ മേലെ, അപ്പൊ ഞങ്ങള് ഒരേ ലെവലിൽ പോയിട്ട് ഓവർ സ്പീഡ് അതായത് 100ന് മേലൊക്കെ എത്തിക്കഴിഞ്ഞാല് പിന്നെ ഈ പെട്രോൾ കൂടുതൽ ചിലവാകുമോ? അതാണ് ചെയ്തത്. അപ്പൊ നമ്മള് ഒറ്റയടിക്ക് എടുക്കല്ല. ഇപ്പൊ ചില സമയത്തുണ്ടല്ലോ നമ്മള് സിഗ്നലൊക്കെ പിന്നെ സിഗ്നലിൽ നിന്നൊക്കെ പെട്ടെന്ന് വണ്ടി എടുക്കുമ്പോൾ ഓവർ സ്പീഡ് അങ്ങനെ എടുക്കുന്നതല്ലാതെ പിന്നെ നമ്മൾ ഒരേ ലെവലിൽ ഇങ്ങനെ പോയി ഇപ്പോ ഇങ്ങനെ വളരെ സ്ലോ അല്ലേ പോയിട്ട് ഇങ്ങനെ 100ന് മേലൊക്കെ കയറിയാലോ ഓവർ പെട്രോള് വണ്ടി എടുക്കാൻ കാരണം ഉണ്ടോ, മൈലേജ് കുറയുമെന്നാണ് ചോദ്യം. ഇൻഷാ അല്ലാഹ് ബുഹയാൻ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അങ്ങനെ ഇപ്പം താങ്കളുടെ ചോദ്യം എനിക്ക് മനസ്സിലായി. അതായത് സാധാരണ വാഹനം എങ്ങനെയാണ് പോകുന്നത് ആ രീതിയിൽ ചെറിയ രീതിയിൽ തന്നെ മുമ്പോട്ട് പോയതിനു ശേഷം ഒരു 100ഒക്കെ ആയതിന് പിന്നെ അതിനുശേഷം 120. ഞാൻ പറഞ്ഞില്ലേ, പ്രധാനമായിട്ടും അതിൽ ശ്രദ്ധിക്കേണ്ടത് RPM ആണ്. റൊട്ടേഷൻ പെർ മിനിറ്റ് എന്ന് പറഞ്ഞ RPMന്റെ ആ മീറ്ററിൽ നോക്കുക. നിങ്ങളൊരു 120 പോകുമ്പോൾ അതിന്റെ RPM ഒരു 2ന് മുകളിൽ അല്ലെങ്കിൽ ഒരു 3ന് മുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സ്പീഡിൽ പോകാതിരിക്കുക. അപ്പൊ നല്ല മൈലേജ് കിട്ടും. നല്ല RPM ഒരു മാക്സിമം പോയ 2 അല്ലെ 2.5 എത്തിയാൽ മാന്യമായ മൈലേജ് കിട്ടും. അതിന്റെ മുകളിൽ 3.5 അല്ലെങ്കിൽ 3യുടെ മുകളിൽ പോകാൻ പാടില്ല. പോകുമ്പോഴാണ് കൂടുതൽ മൈലേജ് കുറയാൻ കൂടുതൽ സാധ്യതയുള്ളത്. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നോർമലായിട്ട് പോവുക, അതായിരിക്കും ഏറ്റവും നല്ലത്. ഏതായാലും ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പൊ എന്റെ സംശയം ഇതാണ്, ഞാൻ അലൈൻമെന്റ് ഒക്കെ ചെയ്തതിനു ശേഷം പിന്നെ ഈ ബാക്കിൽ കിടന്ന ടയർ എടുത്ത് ഫ്രണ്ടിലിട്ടു. ഇട്ടതിനു ശേഷമാണ് ഈ ശബ്ദം വരുന്നത്. അതിനുശേഷം വീണ്ടും ഒന്നും കൂടി അലൈൻമെന്റ് ചെയ്തില്ല. ആദ്യം അലൈൻമെന്റ് ചെയ്ത ശേഷമാണ് പിന്നെ എന്ത് ചെയ്തത്, അവിടെ 2 പ്രാവശ്യം അലൈൻമെന്റിന് വേണ്ടി കൊണ്ടുപോയി. അവർ വീണ്ടും മുടുക്കി തന്നു. അതിനുശേഷം ഈ ടയർ എടുത്ത് ഫ്രണ്ടിൽ കിടന്ന ടയർ എടുത്ത് ബാക്കിലിട്ടിട്ട് ബാക്കിൽ കിടന്ന ടയർ എടുത്ത് ഫ്രണ്ടിലിട്ടു. അതിനുശേഷം ഈ സൗണ്ട് വരുന്നത്, ആ സൗണ്ട് എന്താണെന്ന് ഞാൻ കേട്ടില്ല. പറഞ്ഞെങ്കിൽ ഞാൻ കേട്ടില്ല. അസ്സലാമു അലൈക്കും. അബ്ദുൽ വഹാബ്, ചോദ്യം ഞാൻ ശരിക്കും അങ്ങോട്ട് കേട്ടില്ല. ഏതായാലും മനസ്സിലായി സൗണ്ട് വരുന്നെന്ന്. ബാക്കിലെ ടയർ എടുത്ത് ഫ്രണ്ടിൽ ഇട്ടപ്പോൾ സൗണ്ട് വരുന്നു എന്നല്ലേ, അതായിരിക്കും ചോദിച്ചത്. അത് ഈ ടയറിന്റെ സൈഡ് തേയ്മാനം ഉണ്ടെങ്കിൽ ഒരു ഹൂ എന്നൊരു സൗണ്ട് വരും. ഒരു മുഴക്കം പോലെ, നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഒരു മുഴക്കം പോലെ ഒരു സൗണ്ട് വരും. അങ്ങനല്ലേ സൗണ്ട് അല്ലേ, മുഴക്കം പോലല്ലേ സൗണ്ട് ഉണ്ടാവുന്നു? അബ്ദുൽ വഹാബ് കേൾക്കുന്നുണ്ടോ?
തുക് തുക്, ശരിയാണ്. അത് അങ്ങനെയുള്ള സൗണ്ട് ഈ കട്ട, അതായത് അതിന്റെ തേയ്മാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കട്ട തേയ്മാനം കൂടുതലും അടുത്ത കട്ടയ്ക്ക് തേയ്മാനം കുറവും, അത് കഴിഞ്ഞുള്ള കട്ടയ്ക്ക് വീണ്ടും തേയ്മാനം കുറയുക, അങ്ങനെ ഒരു ലെവലില് ആ സൈഡിലെ കട്ടകൾക്ക് ഉണ്ടാവുമ്പോഴാണ് ഈ സൗണ്ട് ഉണ്ടാവുന്നത്. അപ്പൊ അതിനിപ്പം ടയർ മാറ്റാതെ വേറെ നിവൃത്തി ഉണ്ടാവില്ല ആ സൗണ്ടൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ. അപ്പൊ അത് ശ്രദ്ധിക്കുക. നമ്മൾ വാഹനം പുതിയ ടയറൊക്കെ ഇടുമ്പോൾ, നമ്മൾ മാക്സിമം പുതിയ ടയറൊക്കെ വാങ്ങിയിടുമ്പോൾ ഇങ്ങനെയുള്ള, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഈ എന്താ പറയാ, നമ്മുടെ ഈ ലോവർ ആം ബുഷ്, അതിന്റെ റബ്ബർ ബുഷുകളൊക്കെ മാറ്റി അതൊക്കെ നല്ല ക്ലിയർ ആണോ എന്ന് നോക്കിയതിന് ശേഷമേ നമ്മൾ പുതിയ ടയറൊക്കെ വാങ്ങിയിടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പുതിയ ടയറൊക്കെ അങ്ങനെ തന്നെ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ അതും കുറച്ച് ദിവസങ്ങൾക്കകം അതുപോലെ തേയ്മാനം സംഭവിച്ചിട്ട് കയ്യിലിരിക്കുന്ന കാശ് പോകും. പിന്നെ രണ്ടാമത് പിന്നെ അതിൽ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു എന്ന് പറഞ്ഞാൽ ടയർ തിരിച്ചിടാം. ടയർ നമ്മൾ ആ പുറത്ത് തേയ്മാനം ഉണ്ടെങ്കിൽ ആ പുറത്ത് തേയ്മാന ഭാഗം അകത്തെ സൈഡിലാക്കിയിട്ട് മറിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ടയർ മാക്സിമം നമുക്ക് ഉപയോഗിച്ചെടുക്കാൻ കഴിയും, കാശിറങ്ങും. അപ്പൊ ഈ അകത്തെ പുറം സൈഡാണ് കൂടുതൽ തേയ്മാനം വരുന്നതെങ്കിൽ കുറച്ചു നാൾ ഓടിയതിനു ശേഷം പിന്നെ ടയർ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് ടയറിനെ തിരിച്ച് ഫിറ്റ് ചെയ്താലും കുറച്ചു കാലം നമുക്ക് ആ ടയർ കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ കഴിയും. ഏതായാലും പിന്നെ വേറൊരു ചോദ്യം വന്നത്, ഈ വാഹനങ്ങൾക്ക് ഫ്രണ്ടിലെ പ്രഷറും ബാക്കിലത്തെ പ്രഷറും ഒരേപോലെ ആകണോ എന്ന് ഒരു ചോദ്യം ഇവിടെ വന്നിരുന്നു. ഒരു റേഡിയോ ശ്രോതാവായിരുന്നു. അദ്ദേഹത്തിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ്: ഫ്രണ്ടിലെയും ബാക്കിലെയും ടയർ പ്രഷർ ഒരേ രീതിയിലാവുന്നതാണ് ഏറ്റവും നല്ലത്. അതില് വ്യത്യാസമൊന്നും വരുത്തേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലാവസ്ഥകളിലെ മാക്സിമം പോയൊരു 30 PSI അല്ലെങ്കിൽ ഒരു 35 PSIയിൽ കൂടുതൽ എയർ അടിക്കാൻ പാടില്ല. ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കും കുറെ ആളുകൾ കൂടുതൽ കയറുന്നതുകൊണ്ട് ഒരു 50 ആക്കാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. 35 PSI എയർ പ്രഷറൊക്കെ ഒരു 4-5 ആളുകളെയൊക്കെ താങ്ങും, കുഴപ്പമൊന്നുമില്ല അതില്. ഉത്തരം പറഞ്ഞത് റേഡിയോ ശ്രോതാവിന് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ഏതായാലും ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബൂനുമാൻ ഉസ്താദ് വന്നിട്ടുണ്ടോ? ഓൺലൈനിലുണ്ടോ? അബൂനുമാൻ ഉസ്താദ് ഓൺലൈനിലുണ്ടോ? അതിന്റെ ID കാണുന്നില്ല. അപ്പൊ ഏതായാലും നമ്മുടെ ക്ലാസ് ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി വരുന്നു. എന്തായാലും കീഴ്ശേരി ഉസ്താദ് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ മറ്റൊരു ചോദ്യം കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങുമ്പോൾ അതിന്റെ എൻജിന്റെ വർക്കിംഗ് കണ്ടീഷൻ എത്രത്തോളം ആണ് എന്ന് എങ്ങനെ അറിയാൻ കഴിയും? ഈ പ്രത്യേകിച്ച് ഗൾഫിലുള്ള ആൾക്കാര് സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങുമ്പോൾ ഒരിക്കലും റെന്റേ കാറുകാരുടെ വാഹനങ്ങൾ വാങ്ങാതിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഈ ഇവിടെ സൗദി KSAയിലൊക്കെ ഈ റെന്റേ കാർ വാഹനം സാധാരണ റെന്റിന് എടുക്കുന്ന ഇവിടുത്തെ പൗരന്മാർ എടുത്തതിന് ശേഷം അതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ തരികിട പണി ചെയ്ത് അതിന്റെ സ്പീഡോമീറ്റർ കേബിൾ അടിച്ചു വിടും. അതായത് അവര് നോക്കുന്നത് സത്യത്തിൽ ഒരു ദിവസത്തെ റെന്റിന് വാഹനം എടുത്താൽ ഒരു 200 കിലോമീറ്റർ ഫ്രീ കിട്ടും. ആ 200 കിലോമീറ്റർ ഫ്രീ കിട്ടിയതിനു ശേഷം പിന്നെ ഒരു 100 കിലോമീറ്റർ ഓടുന്നതിന്റെ പൈസ കൊടുക്കാതിരിക്കാൻ വേണ്ടി ആ 100 കിലോമീറ്റർ ഓടുന്ന പൈസയെക്കാട്ടിയും കൂടുതൽ ഏതെങ്കിലും ഒരു ടെക്നീഷ്യന് കൊടുത്തിട്ടാണ് അവർ ആ പരിപാടി ചെയ്യുന്നത്. എങ്ങനെ വന്നാലും പൈസ അവരുടെ തന്നെ പോകുന്നു. ഇപ്പൊ ഒരിക്കലും റെന്റേക്കാർ എന്നുള്ള വാഹനങ്ങൾ എടുക്കാതിരിക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ എൻജിന്റെ കണ്ടീഷൻ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മള് സൈലൻസറുടെ പുക നോക്കാം. പുകയ്ക്ക് ഏതെങ്കിലും വൈറ്റ് കളർ പുകയാണെങ്കിൽ അല്പസ്വല്പം ഓയിലൊക്കെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. ഓയിൽ കത്തുന്നുണ്ട് എന്ന് കരുതാൻ കഴിയും. പിന്നെ രണ്ടാമത് അതിൽ നിന്നും നമ്മള് സൈലൻസറിൽ നിന്നും വെള്ളം, വിയർപ്പ്, ഇങ്ങനെ അല്പസ്വല്പം വെള്ളം സ്പ്രേ ചെയ്ത് പുറത്തോട്ട് വരുന്നുണ്ടാവും. നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമായിരിക്കും. ഈ ജലം ഇത്തിരി പ്രഷർ ചെയ്ത് പുറത്തോട്ട് വരും. അതൊക്കെ നല്ല കണ്ടീഷൻ വാഹനങ്ങളാണ്. പിന്നെ
അതിനെ കുറിച്ചിട്ടൊക്കെ എന്തായാലും ഇൻഷാല്ല പിന്നീട് പറയുന്നുണ്ട്. സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ. ഏതായാലും ഇൻഷാല്ല ഞാൻ എന്തായാലും ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഏതായാലും നമ്മൾ പറഞ്ഞതും ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നാളെ ഒരു ഖൈറായ നല്ലൊരു അമലായി അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. കൂടാതെ തന്നെ മറ്റുള്ള അപകടങ്ങളിൽ നിന്നും വാഹനാപകടങ്ങളിൽ നിന്നും എല്ലാം അല്ലാഹു തആല നമ്മളെയും നമ്മളെ ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ എല്ലാവരെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ എന്ന് കരുണ. സൈക്കിളുള്ള ആൾ ചോദിക്കാൻ വന്നു. എന്നാ ശരിയെന്നാ ചോദിച്ചു. എന്തായാലും പിന്നീട് ഇൻഷാ അല്ലാഹ് ഞാൻ എന്തായാലും മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചോദിച്ചു. എന്തായാലും പിന്നീട് ഇൻഷാ അല്ലാഹ് ഞാൻ വലൈക്കും എന്തായാലും അസ്സലാം. മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾ അങ്ങനെ പോലപ്പാ, നമ്മൾ നിസ്കരിച്ച് വന്ന് ഒരു ചോദിക്കാനുള്ള അവസരമെങ്കിലും നമുക്ക് തരിങ്ങള്. എന്ത് പോക്കാത്, നമ്മളെ നിസ്കരിക്കാൻ സമയത്ത് നിങ്ങളെ ക്ലാസ്, അപ്പൊ പിന്നെ നമുക്ക് ചോദിക്കാനുള്ള സമയങ്ങൾ തരണ്ടേ? ഞാനേ ചോദിക്കണതേ, ഈ ചില വണ്ടികൾ കാണാൻ പടച്ചോനെ നമ്മള് റോട്ടിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ചെവിടിൽ പഞ്ഞിട്ട് വെച്ച് തിരികേണ്ടി വരും. എന്തൊരു ജാതി ഒച്ചയാണ്. അതെന്താ ഇങ്ങനത്തെ ഒച്ച ഉണ്ടാകാൻ കാരണം? ഭയങ്കര ഒച്ച. ബർല കമ്പനി മറ്റേ ഓട്ട് കമ്പനി എന്നിട്ടുണ്ടാകുന്ന സൈസ് ഒച്ച. അത് എന്തുകൊണ്ടാണ്? ചില വണ്ടികൾ എന്നാൽ ഈ വണ്ടിക്കാർക്ക് അതുകൊണ്ട് സ്പോർട്സ് അല്ലാതെ സാധാരണ ഉണ്ടാകാറുണ്ട് ചില നേരത്ത്. സ്പോർട്സ് കാർ പിന്നെ സ്പോർട്സ് കാർ ആയതുകൊണ്ടാണെന്ന് നീ മനസ്സിലാക്കാനോ. ഈ സാധാരണക്കാർ കാണാൻ ചില സമയത്ത് ഓട്ട് കമ്പനിയിൽ നിന്നുള്ള ഒച്ചന്റെ മാതിരത്തെ ഭയങ്കര ഒച്ച ഉണ്ടാകും. അത് എന്തുകൊണ്ടാണ് നമുക്ക് തിരിയാത്തത്? അപ്പൊ അതിന്റെ മാഷന്മാരോട് ചോദിച്ചാൽ അറിയാലോ. ഇനി വണ്ടിനെ കുറിച്ച് ഒരു ശ്രദ്ധിക്കാഞ്ഞിട്ടാണോ, അതോ പിന്നെ ഈ ചില സ്ഥലങ്ങളിലൊക്കെ പുക പരിശോധിക്കലുണ്ട്, അത് പരിശോധന അതിന്റെ മട്ടം നടക്കാഞ്ഞിട്ടാണോ എന്നൊന്നും അറിയില്ല. ഞാൻ മൈക്കൂട്ട്. ഏതായാലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതായാലും കീശേരി ഉസ്താദിനെ കാണാതിരിക്കുകയായിരുന്നു. ഞാനൊന്ന് കീശേരി ഉസ്താദ് ഒന്ന് വന്നിട്ട് വേണം ക്ലാസ്സിൽ നിന്ന് പോകാനെന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു. ഏതായാലും അൽഹംദുലില്ലാഹ് എത്തിയല്ലോ. ഉസ്താദിന്റെ സംശയം ശരിയാണ്. ഇത് ചില വാഹനങ്ങൾ, അങ്ങനെയൊക്കെ വാഹനങ്ങളിൽ സൗണ്ട് ഉണ്ടാകുന്ന ചിലപ്പോൾ സൈലൻസറിന് വല്ലതും ഉണ്ടെങ്കിൽ, പൈപ്പിന് എന്തെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ ഉണ്ടാവും. പിന്നെ അത് കൂടാതെ തന്നെ ചില ചെറിയ വാഹനങ്ങൾ, ചില ഈ കുട്ടികള്, ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകള് ചില വാഹനങ്ങളിലെ സൈലൻസറിന്റെ പൈപ്പിന്റെ ബാക്കിൽ ഒരു പ്രത്യേക സംവിധാനം ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് വരുന്ന സൗണ്ടിനെ കൂട്ടി കുറച്ച് കൂടുതൽ സൗണ്ട് പുറത്തേക്ക് തള്ളാനായിട്ട് അതിൽ നിന്നൊരു സംവിധാനം അതിലുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടായിരിക്കും ചില ആളുകൾ വാഹനങ്ങൾ ഓടിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ നല്ല സൗണ്ട് ഭയങ്കര നമുക്ക് തന്നെ കേട്ട് കഴിഞ്ഞാൽ നമ്മള് അറിയാതെ തന്നെ നമ്മുടെ രണ്ട് കൈയും ചെവിയിലെത്തും. കാരണം അത്രയും ഘോരമായിട്ടൊരു സൗണ്ട് ആയിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. ചിലപ്പോൾ സൈലൻസർ പൊട്ടലുണ്ടാവാം. അതുകൂടാതെ തന്നെ ഇങ്ങനെയുള്ള നമ്മൾ ഈ മഹൽ സീന ഈ വിൽക്കുന്ന കടകളിലൊക്കെ അതിന്റെ സൈലൻസറിന്റെ ബാക്ക് സൈഡിൽ വേറൊരു പൈപ്പ് ഒരു എക്സ്ട്രാ ഫിക്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചില വാഹനങ്ങളുടെ ബാക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാതെ. അതൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ സൗണ്ട് ഉണ്ടാവും. സ്പോർട്സ് വാഹനങ്ങൾക്കൊക്കെ സൗണ്ട് ഉണ്ട്. കൂടുതൽ നമുക്ക് അരോചകമായിട്ട് തോന്നും. വാഹനത്തിനുള്ളിൽ ഇരിക്കുന്നവർക്ക് അവരേതോ ഒരു മഹാരാജ്യത്തിലെ ഏതോ ഒരു മഹാസംഭവമാണെന്നൊക്കെ അവർക്കും തോന്നാം. വാഹനത്തിനുള്ളിലിരിക്കുന്ന അല്ലെ വാഹനം ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ, അവരുടെ മനസ്സിലെ ചിന്താഗതി ഞാനൊരു മഹാസംഭവമാണ് എന്നായിരിക്കും. അതൊക്കെ മറ്റുള്ളവരെ ഇന്ധന ചെലവൊക്കെ വളരെ കൂടും. ഒരുപാട് ഇന്ധന ചെലവുണ്ടാവും. ഇതൊക്കെ ചില ആളുകൾക്ക് അങ്ങനെയൊക്കെയാണ്. മറ്റുള്ളവരെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാം. നമ്മൾ തന്നെ കണ്ടിട്ടില്ലേ, ഇവിടെ തന്നെ നമ്മുടെ ആദർശ ചർച്ച നടക്കുന്ന സമയത്ത് ചില ആളുകൾ വന്നിട്ട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ അവരൊക്കെ നമ്മളുടെ മുന്നിലാണ് ഇരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ കൈ പൊങ്ങിപ്പോവും. അമ്മാതിരിയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുക. അങ്ങനെയുള്ള നമ്മളെ ഇപ്പം റോഡിലൂടെ നടക്കുന്ന യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഇങ്ങനെയും ചില ആൾക്കാരുണ്ട് എന്ന് നമ്മൾ കരുതുക. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ കഴിയും? അള്ളാഹു തആല അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഏതായാലും ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എനിക്ക് ചോദിക്കുമ്പോഴാണ് ചോദ്യങ്ങൾ ഇങ്ങനെ വരിക. മുൻകൂട്ടി എനിക്ക് ചോദ്യങ്ങളൊന്നും വരൂല. ഒന്ന് ചോദിച്ചാൽ പിന്നെ അതിന്റെ പിന്നാലെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇപ്പൊ ഒരു ചോദ്യം വന്ന് ഇത് കഴിഞ്ഞപ്പോ, പിന്നെ ഈ
വണ്ടിന്റെ ബാക്ക് ടയർ കൊണ്ട് ഇങ്ങനെ ഈ അക്ഷരങ്ങൾ എഴുതുന്നവര് എഴുതുന്നതാണ് ഈ ചെക്കന്മാർ. അത് വണ്ടിക്ക് കേടുവരുത്തുമോ, തകരാറുണ്ടാവുമോ എന്നാണ് ഇപ്പത്തെ സംശയം. ഇങ്ങനെ റാ യാ എന്നൊക്കെ വണ്ടി കൊണ്ട് ഇങ്ങനെ അതിന്റെ ടയർ കൊണ്ട് ഇങ്ങനെ എഴുതുന്നതാണ്. ഭയങ്കര കറക്കല്, പുകയൊക്കെ പോകുമ്പോൾ വണ്ടിന്റെ ടയറിന്റെ ബാക്കിൽ നിന്ന്. അത് വണ്ടിക്ക് ഗുണമാണോ ദോഷമാണോ ഉണ്ടാകുക? അത് കണ്ടാണ് ഇപ്പൊ നമ്മളെ നാട്ടിലും ചില ചെക്കന്മാരൊക്കെ തുടങ്ങിയിട്ട് ഇപ്പൊ അങ്ങനെ ഇവിടുന്ന് പിന്നെ ഉംറ വിസക്ക് നിന്ന് കണ്ട് ഇവിടെ അറബി ചെക്കന്മാർ കാണിക്കണ അല്ല ഇന്നോവയൊക്കെ എടുത്തുക്കാണ്ട് അതിന്റെ ബെരുമരായിക്കുന്ന പോലും ചിന്തിക്കണില്ല. ഓലും അവിടെ റോഡിലൊക്കെ ഇട്ട് കണ്ട് അവനാന്റെ പറമ്പിലൊക്കെ ഇട്ട് കണ്ട് തിരിക്കണതാണ്. അങ്ങനെ പൊടി വാറിപ്പിക്കുക, ഇതൊരു ഒരു ഒരു സംഭവമായി മാറിയിട്ടുണ്ട്. അത് വണ്ടിക്ക് ഇപ്പത്തെ ചോദ്യം ഞാൻ മൈക്ക് വിട്ടു. അല്ല ഉസ്താദെ, അങ്ങനെ ചെയ്യുന്നവർക്ക് ആദ്യം കൊടുക്കേണ്ടത് നല്ല ചുട്ട അടിയാണ്. നമ്മള് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചൂരലുകൊണ്ടൊക്കെ നല്ല അടി, ചന്തിക്കൊക്കെ നല്ല അടി കിട്ടുന്നവരെ നല്ല അടിയാ കൊടുക്കണ്ട. വാഹനത്തിന് ഏറ്റവും വലിയ കേടാണത്. അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ വാഹനത്തിന് ഏറ്റവും വലിയ കേടാണ്. കാരണം ഒരു മാന്യമായ സ്പീഡിൽ പോയിട്ട് പെട്ടെന്നൊരു ഹാൻഡ് ബ്രേക്ക് ഒക്കെ വലിച്ചിട്ടിട്ട്, നമ്മൾ സാധാരണ റായും വ്യായും ഒക്കെ കൈ കൊണ്ട് എഴുതും, അവര് ടയർ കൊണ്ട് എഴുതും. ചില ആൾക്കാർ അങ്ങനെ ആയിപ്പോയി അല്ലെ. ചിലര് അങ്ങനെ അവർക്ക് കൈ കൊണ്ട് എഴുതാൻ അവർക്ക് ഭയങ്കര മടിയാണ്. അവരപ്പോ ടയർ കൊണ്ടൊക്കെ ചെവിക്കുറ്റിക്ക് നല്ല പെട, അതാണ് കൊടുക്കേണ്ടത്. വിളിച്ച് മോനൊന്ന് പുറത്തോട്ട് വന്നേ എന്ന് വിളിച്ച് വളരെ സ്നേഹത്തോടെ നിർത്തിയിട്ട് 2 എണ്ണം അങ്ങോട്ട് കൊടുത്തിട്ട് മേലെ ഇമാതിരി പണി കാണിക്കരുത്, അതാണ് ചെയ്യേണ്ടത്. മഹാമോശമാണത്. വാഹനത്തിന്റെ ടയർ ഇങ്ങനെയുള്ള ഗിയർ ബോക്സിന് കേടാണ്, എഞ്ചിനും കേടാണത്. അത് വാഹനത്തിന് ടോട്ടലി വാഹനം മൊത്തം ഇളകും. അങ്ങനെയൊക്കെ കണ്ട് അങ്ങനെയുള്ള വാഹനങ്ങൾ, അങ്ങനെ കുട്ടികളൊക്കെ അങ്ങനെ ചെയ്ത വാഹനങ്ങൾ വെറുതെ തന്നാൽ പോലും വാങ്ങാനും പാടില്ല. വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാ ദിവസവും അതിന്റെ പുറത്ത് കാശ് ചെലവാക്കാനേ സമയം ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ വിളിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള വാഹനങ്ങൾ വാങ്ങാൻ ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ കുട്ടികളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാനും കണ്ടു. കഴിഞ്ഞ പ്രാവശ്യം ഒരു കുട്ടി മറ്റേ ഷിഫ്റ്റ് മാരുതിന്റെ അതെടുത്തിട്ടൊരു കറക്ക് കറക്കുന്നു. നമ്മളെന്ത് പറയാനാ, അവരൊക്കെ അങ്ങനെ ശീലിച്ചു പോയി കാണുന്നത്. ഏതായാലും ഹിദായത്ത് കൊടുക്കട്ടെ. ഇനി കീഴ്ശേരി ഉസ്താദിന് വല്ല ചോദ്യം ഉണ്ടാ? ചോദ്യം ഉണ്ടെങ്കിൽ കൈപൊക്കി മുകളിൽ വരിക. മനസ്സിലായി കാണുമെന്ന് വരുന്നത് വാഹനത്തിന് വലിയ കേടാണ് ഉസ്താദെ. ഏതായാലും ഉസ്താദ് കുട്ടികൾക്ക് വാഹനം വാങ്ങിക്കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക കേട്ടോ. അത് ചില കുട്ടികൾ മോട്ടോർ സൈക്കിളും അങ്ങനെ കറക്കലുണ്ട്, കണ്ടിട്ടുണ്ടോ? മോട്ടോർ സൈക്കിൾ കറക്കുന്നു, ബാക്ക് വീല് കൊണ്ട് മോട്ടോർ സൈക്കിൾ കൊണ്ടും ചില കുട്ടികളൊക്കെ എഴുതലുണ്ട്. അങ്ങനെ യായും റായും തായും പായും ഒക്കെ. അത് മോട്ടോർ സൈക്കിൾ വരെ മേടിച്ചു കൊടുക്കുന്നത് വളരെ സൂക്ഷിക്കണം. അത് കുട്ടികളുടെ അവർക്കൊരു മെച്ചർ ആവാത്തതിൻ്റെയാണ്. അവര് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മള് ഒരു സമൂഹം ജീവിച്ചു വളർന്ന കാലഘട്ടത്തിലല്ല ഇന്ന് അവർ ജീവിക്കുന്നത്. അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടില്ല, മറ്റുള്ള ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒരു പ്രായമാകുമ്പോഴേക്കും മോട്ടോർ സൈക്കിളായാലും അങ്ങനെയുള്ള പല വാഹനങ്ങളും അവരുടെ കയ്യിൽ വന്നു പെടുന്നു. അപ്പോൾ അത് കയ്യിൽ കിട്ടുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ തോന്നും, ഹറക്കാത്ത് എന്തെങ്കിലുമൊക്കെ കാണിക്കണമെന്നൊക്കെ തോന്നുമ്പോഴും അവരങ്ങനെ ഹറക്കാത്തുകൾ കാണിക്കുന്നതാണ്. അതൊക്കെ സത്യത്തില് സ്കൂളുകൾ വഴിയും ഈ നമ്മുടെ മദ്രസകൾ വഴിയും എല്ലാം ഏതൊക്കെ മാധ്യമങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമോ അതിലൂടെയൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിലുള്ള ബോധവൽക്കരണം നടത്തി അവരെയൊക്കെ തിരികെ നല്ല രീതിയിൽ വാഹനം ഉപയോഗിക്കാനായിട്ടൊക്കെ കൊണ്ടുവരാൻ സാധിക്കണം നമുക്ക്. അങ്ങനെയൊക്കെ ചെയ്താലേ അവർക്കൊക്കെ മാറ്റം വരുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അവർ കുറച്ചുകൂടെ വളർന്ന് കുറച്ച് മെച്ചുറായതിനു ശേഷം പിന്നെ അവരൊക്കെ ഈ ഹറക്കാത്തൊക്കെ നിർത്തുമായിരിക്കും എന്ന് കരുതാം. ഏതായാലും അൽഹംദുലില്ലാഹ് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരു ബോധവൽക്കരണമാണ്. ഞാൻ ഇന്നലെ ഒരു ഡ്രൈവിംഗ് സ്കൂളിലെ ലൈസൻസിന് ടെസ്റ്റിന് കൊണ്ടുപോയ കഥ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ഞാൻ പറയാം. വളരെ രസകരമായിട്ടുള്ളൊരു കഥയായിരുന്നു. ഇന്നലെ ആ ഒരു പാർട്ടിയെ ലൈസൻസിന് ടെസ്റ്റിന് കൊണ്ടുപോയിട്ട് ആ ഗ്രൗണ്ടിൽ ആ മനുഷ്യൻ കാണിച്ചു കൂട്ടിയത്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത ആഴ്ച അതിനെ കുറിച്ചിട്ടൊക്കെ പറയാം. ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും നമ്മളെ എല്ലാവരെയും ഇങ്ങനെ ചെറിയതും വലുതുമായിട്ടുള്ള അപകടങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട്, പ്രത്യേകം ദുആ വസിയത്തോടെ എല്ലാവരും എനിക്ക് വേണ്ടിയും ദുആ ചെയ്യണം. ഈ മാസം 25-ാം തീയതി അനുജന്റെ വിവാഹമാണ്. അതിന് നാട്ടിൽ പോകാനൊക്കെ ആയിട്ട് അങ്ങനെ ആവശ്യപ്പെട്ടിട്ട് അവരിതുവരെ റീ എൻട്രിക്ക് അപ്രൂവൽ തന്നിട്ടില്ല. ആദ്യം വളരെ സ്നേഹത്തോടു കൂടിയൊക്കെ പറഞ്ഞു നോക്കി. ഇനിയിപ്പം എങ്ങനെ പറയണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല.
എല്ലാവരും അതും കൂടെ ഒന്ന് ഏറ്റെടുത്ത് ദുആ ചെയ്യുക, ലീവ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.